എന്തുണ്ടിപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നെന്താ പരിപാടി വെച്ചാലേ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ വഴിയെ പറയാം. ഇതെൻ്റെ നാടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസം വിചാരിക്കുന്ന ഞണ്ട് പിടിച്ചാലോ. അപ്പോൾ മാമൻ്റെ തോണി എടുക്കാൻ വന്നതാണ് ഈ സൈഡിലേക്ക്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് എനിക്ക് ഈ തോണി എടുത്തിട്ട് വേണം, അതായത് ഈ റെഡ് തോണിയില്ലേ, അതെടുത്തിട്ട് വേണം അപ്പുറം പോകാൻ. അതായത് അപ്പുറം സൈഡിലാണ് എൻ്റെ വീടില്ല. അപ്പോൾ ആടെയാണ് ഞണ്ട് പിടിക്കേണ്ട കുറച്ച് ഐറ്റംസൊക്കെ ആടെ വെച്ചിട്ടേ ഇല്ല. അപ്പോൾ നേരെ അങ്ങോട്ട് തുഴഞ്ഞിട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, ചെറിയ ദൂരമല്ലോ. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് എത്തി. ഇനിയിപ്പം ഇവിടെ തോണി കെട്ടി വെച്ചിട്ട് വേണം നേരെ വീട്ടിൽ പോകാൻ. ഇതൊക്കെ കണ്ട, ഇത് കരക്കയരിച്ച തോണിയാണ്. അത് എന്തൊക്കെ പണിയെടുക്കാനായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ മീനാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സാധനം ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞണ്ട് പിടിക്കേണ്ട കുറച്ച് സാമഗ്രികൾ. അപ്പോൾ ഇതിൽ കോഴീൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ട്. വേസ്റ്റ് പറഞ്ഞാൽ കാല് ആണ് മെയിനായിട്ട് എടുത്തിട്ടില്ല. പിന്നെ 2 തലയാമറ്റുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കൊട്ടയൊക്കെ വെച്ചിട്ടാണ്, കൊട്ട മീൻസ് കവർ, അതൊക്കെ വെച്ചിട്ടാണ് കെട്ടാൻ നോക്കിയത്. പക്ഷേ അതെനിക്ക് അത്ര കംഫർട്ടായി തോന്നാത്തതുകൊണ്ട് ഞാൻ കൊട്ട മാറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ കെട്ടി. പിന്നെ മുമ്പിൽ വെള്ളമല്ല കൂടുതലായിട്ട് ഇല്ല, അതുകൊണ്ട് കൈ കഴുകാലോ. അപ്പം ഞാൻ വേഗം അതൊക്കെ എങ്ങനെയൊക്കെ റെഡിയാക്കി കെട്ടി. കുറച്ച് അധികം സമയം എടുത്തിന് കേട്ടോ. അപ്പോൾ കയറ് ഞാൻ എടുത്തിട്ടുണ്ടായില്ല, ഇത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം ഞാൻ ഇവിടെ നിന്ന് ഈ പുഴക്കരക്കിൽ നിന്ന് തന്നെ കുറച്ച് കയറൊക്കെ കെട്ടി സാധനം ഞാൻ എടുത്ത് വെച്ച്. അപ്പോൾ ഞണ്ടിൻ്റെ സീസണൊന്നുമല്ല, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞണ്ടൊക്കെ കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു മാമനൊക്കെ. അപ്പോൾ വെള്ളം തണുപ്പായതുകൊണ്ട് ഞണ്ട് കിട്ടുന്ന പൊതുവെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫസ്റ്റ് റിങ് ഇട്ടു ഞാൻ. അത് ഇട്ടത് അത്ര ശരിയായിട്ടാണ് എനിക്ക് പിന്നെ തോന്നിയത്. പിന്നെ ഹെൽപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയല്ല വീഡിയോ എടുക്കുന്നത്, തോണിയും തുഴയണം. അപ്പോൾ രണ്ടും കൂടി എനിക്ക് ഒന്നിച്ച് നടക്കാത്തതുകൊണ്ട് ചെറിയ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, അടുത്ത വീഡിയോയിൽ നന്നാക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ റിങ് ഇട്ടാലോ, നാട്ടിൽ ഇത്രയെങ്കിലും പുഴയും വെച്ചിട്ട് ഒരു വീഡിയോക്കിലെ കണ്ടൻറ്റൊക്കെ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ അധികം ഫുഡിൻ്റെ വീഡിയോയിൽ ഇടുന്നത് ഷോർട്സിൽ. അപ്പോൾ അത് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇപ്പോൾ നൈറ്റ് ഫിഷിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ള മൈൻഡൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ സപ്പോർട്ട് നോക്കിയിട്ട് നമുക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഓരോ സ്പോട്ടിലേക്കായിട്ട് ഞാൻ ഓരോ റിങ് വെച്ചിട്ടിട്ടുണ്ട്. ഏകദേശം 5 റിങ് മാത്രമേ ഞാൻ ആക്കിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതിനുള്ള ഐറ്റംസ് എൻ്റെ അടുത്ത് ഉണ്ടായില്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേഗം റിങ് എടുത്ത് കൂട്ടിയത്. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ലീവായതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഓരോ സ്പോട്ടിലും ഞാൻ ഓരോ റിങ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അധികം എക്സ്പെക്റ്റേഷനിലെ സ്ഥലത്തൊക്കെ ഞാൻ ഇട്ട് ഫ്ലോപ്പായിരുന്നു. അത് ഞണ്ട് കിട്ടുമ്പം മനസ്സിലാവും. ആ സ്ഥലമൊക്കെ ഞാൻ വിചാരിച്ച പോലെ അല്ല. അപ്പോൾ ഇത് ആദ്യം ഇട്ട റിങ്ങാണ് ഞാൻ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റിങ്ങിൽ തന്നെ നല്ല ഫ്ലോപ്പായിരുന്നു. ആ റിങ് ഇട്ട തന്നെ ഞാൻ പറഞ്ഞില്ല, ശരിയായിട്ടില്ല. ഇപ്പോൾ ഞണ്ട് വന്നതിനൊന്നും കൂടി അറിയില്ല എനിക്ക്. പിന്നെ അത് ഞാൻ അവിടെ തന്നെ ഇട്ടു. പിന്നെ അടുത്ത റിങ് എടുക്കാൻ വേണ്ടി പോയി. ഇത് പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു 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 വിശ്വാസമുള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ വിശ്വാസം തെറ്റിയിട്ട് സാധനം ഞണ്ടിന് വിചാരിച്ചത്ര സൈസൊന്നും ഇല്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, എന്തായാലും ഒന്ന് കിട്ടിയല്ലോ. ഒന്ന് കിട്ടിയിട്ടെങ്കിലായിരിക്കും ചടപ്പ് പിടിക്കുക. പിന്നെ ഞാൻ പെട്ടെന്ന് അടുത്ത റിങ് എടുക്കേണ്ട പ്ലാനിൽ വേഗം വിട്ടു അങ്ങോട്ടേക്ക്. അപ്പോൾ ഈ ഒറ്റക്കൈ കൊണ്ട് തന്നെ തുഴയും വേണോ, വീഡിയോ എടുക്കണോ, കയ്യിൽ നിന്ന് ഫോണ് പോയാൽ അത് അതിൻ്റെ അപ്പുറം കോമഡി ആവും. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി. പ്രതീക്ഷിച്ച പോലെ അതിലൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഈ സ്ഥലത്തും കുറച്ച് എത്ര ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ ഒറ്റ ഞണ്ടേ കിട്ടിയിട്ടില്ലോ. ആ ഞണ്ടിന് ഞാൻ കെട്ടിത്തൂക്കിയെന്ന് വെച്ചാൽ കെട്ടി വെച്ചു. ഇങ്ങനെ നമ്മൾ വിൽക്കുന്ന സമയത്തൊക്കെ കൊടുക്കൽ. അപ്പോൾ അതിനെയും കെട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടേ. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തത്. അന്ന് എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല, കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്നോട് മതിയാക്കിയതാണ്. ഈ ഞണ്ട് അത്യാവശ്യം കൊള്ളാം, കുറച്ച് സൈസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ള് ലോട്ടറിയാണ്, ഒരേ ഞണ്ട്. അത് 1-ൽ 2 വെച്ചിട്ടൊക്കെ കിട്ടിയത്. ഇതിൽ അത്ര സൈസൊന്നുമില്ല, പക്ഷെ എന്നാലും 2 കിട്ടിയല്ലോ. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ ഒന്ന് കിട്ടിയിട്ടാന്ന് പിന്നെ വീട്ടിൽ നിന്ന് പറയൂല, കളിയാക്കുക, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഏകദേശം ഞണ്ട് പിടുത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇത്ര ഞണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 7-8 ഞണ്ടിൻ്റെ അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കെട്ടി വെച്ച്, കുറച്ച് കെട്ടാൻ പറ്റുന്നതെല്ലാം കെട്ടി വെച്ച്, ബാക്കി പിന്നെ കാലൊക്കെ പൊട്ടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്, ഷെയർ, ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ.